എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നതാണ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ധ്യാനം പരിശീലിച്ചതിന് ശേഷം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നല്ല ഫോക്കസ് കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി വർദ്ധിക്കുകയും നമ്മളെ ശരീരത്തിലെ ഇന്നർ പാർട്ട്, അതായത് ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നതായിരിക്കും. എന്നാൽ ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മളെല്ലാവരും തന്നെ കേട്ടിരിക്കും. ചിലർ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും, ചിലർ അത് എന്താണെന്ന് പോലും അറിയാത്ത വ്യക്തികളുണ്ടാവാം, ചിലരാവട്ടെ പല മെഡിറ്റേഷൻ ചെയ്തിട്ട് കൺഫ്യൂസ്ഡായി നിൽക്കുന്ന വ്യക്തികളുണ്ടാവാം. ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിലെ കാര്യം മാത്രമാണ്. ഞാൻ ഇതേപോലെ തന്നെ പല മെഡിറ്റേഷൻസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ അനുഭവങ്ങളും അതിൻ്റെ ബേസിക്കായിട്ട്, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ധ്യാനം എന്ന വാക്കിന് പല ഡെഫിനിഷൻസും ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുന്നതിനെ ധ്യാനം എന്ന് പറയും. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് കുത്തിരിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം മാത്രമല്ല, നിങ്ങളൊരു പാട്ട് പാടുകയാണെങ്കിൽ അതിൽ പൂർണ്ണമായും മുഴുകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ ധ്യാനം എന്ന് പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾ കളിക്കുന്ന സമയത്ത്, എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുന്ന സമയത്തും അത് പൂർണ്ണമായ രീതിയിൽ നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞാൽ ധ്യാനം എന്ന് പറയും. ഇതെല്ലാം ധ്യാനത്തിലുള്ള ഡെഫിനേഷൻസ്. ഇനി നമ്മൾ ഏതൊരു ഏതൊരു കർമ്മം ചെയ്യുന്നതിന് മുൻപേയും അത് കൊണ്ടുള്ള ബെനിഫിറ്റ്, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് എനിക്ക് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കർമ്മം നമുക്ക് പൂർണ്ണമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ധ്യാനത്തിൻ്റെ ബെനിഫിറ്റുകൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. നമ്പർ 1 ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നതാണ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ധ്യാനം പരിശീലിച്ചതിന് ശേഷം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നല്ല ഫോക്കസ് കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവർ ഈ കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ള കാര്യം, നമ്മൾ കൂടുതൽ സന്തോഷവാന്മാരാകും എന്നുള്ളതാണ്. അതായത് നമ്മൾ കൂടുതൽ ഔട്ട്സൈഡിലേക്ക് നോക്കാതെ നമ്മൾ എപ്പോഴും നമ്മളിലേക്ക് ശ്രദ്ധിക്കുന്നതിനെയാണ് ഈ മെഡിറ്റേഷൻ കൊണ്ട് രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്ത്, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി വർദ്ധിക്കുകയും നമ്മളെ ശരീരത്തിലെ ഇന്നർ പാർട്ട്, അതായത് ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അല്ലെങ്കിൽ സുഖകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന 3 കാര്യങ്ങളും അല്ലെങ്കിൽ 100 കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് നെറ്റിലൂടെയോ യൂട്യൂബിലൂടെയോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിരവധി ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ധ്യാനം എന്ന് പറയുന്നത് എനിക്ക് എന്നെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ പലപ്പോഴും, നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും ഔട്ട്സൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പുറമെ എന്താണ് നടക്കുന്നത്, വാർത്തകളിൽ എന്താണ് നടക്കുന്നത്, ലോകത്ത് എന്താണ് നടക്കുന്നത്, നിങ്ങളെ കാമുകി അല്ലെങ്കിൽ കാമുകൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക. ഇങ്ങനെ അമേരിക്കയിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ചൊവ്വയിൽ, അങ്ങനത്തെ പല ഇങ്ങനെ വിഡ്ഢിത്തരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്, നമ്മളെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത്, അതിന് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധ്യാനം എന്ന് പറയുന്ന ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ്. അതായത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ കാണുന്ന സമയത്തും ഈ വീഡിയോ കാണുന്ന സമയത്തും നിങ്ങൾക്കൊരു ഡിഫറൻസ് കണ്ടെത്താൻ സാധിക്കും. കോൺഫിഡൻസിൻ്റെ കാര്യം മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്ന കാര്യം, അതായത് ഞാൻ 100% വ്യക്തമായിട്ടല്ല പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ക്ലാരിറ്റി വരാൻ തുടങ്ങി. അതായത് ഒരു കാര്യം ചെയ്യുന്നേരം നമ്മൾ തെറ്റാണോ ശരിയാണോ, അതായത് ഒരു കർമ്മം എങ്ങനെ പൂർണ്ണമായ രീതിയിൽ ഏകദേശം ഒരു 80% അല്ലെങ്കിൽ 70% പൂർണ്ണമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം എനിക്ക് ധ്യാനം ചെറിയ തോതിലെങ്കിലും പ്രാക്ടീസ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത്. ഈയുള്ള കാര്യം, നമ്മൾ ധ്യാനം പരിശീലിക്കുന്നതിന് തൊട്ടു മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്പർ 1 എന്ന് പറയുന്നത് നമ്മളെ ചുറ്റുപാടുകൾ വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ബെഡ്റൂമിലാണെങ്കിൽ അത്യാവശ്യം സാധനങ്ങൾ, അല്ലെങ്കിൽ ബെഡും ബെഡ്ഷീറ്റും എല്ലാം തന്നെ വൃത്തിയാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ സ്പേസിലാണെങ്കിൽ നിങ്ങൾ ധ്യാനം ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളൊന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ പൊടി തട്ടുക, അതോടൊപ്പം തന്നെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൽ ഓവറായിട്ട് എന്തെങ്കിലും സ്മെല്ല്, എന്തെങ്കിലും ബാഡായിട്ടുള്ള എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ചന്ദനത്തിരിയോ അല്ലെങ്കിൽ സാമ്പ്രാണിപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം കത്തിച്ചു വെക്കുകയാണെങ്കിൽ
ആ ചന്ദനത്തിരി സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഭയങ്കര ഹാർഡായിട്ടുള്ള സ്മെല്ല് ഒരിക്കലും തന്നെ സെലക്ട് ചെയ്യാൻ പാടില്ല. ലൈറ്റായിട്ടുള്ള സ്മെല്ല്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ് കത്തിയതിന് ശേഷം അത് കെടുത്തി കളയുക. അതായത് നമുക്ക് ആ ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ല്, ചെറിയൊരു സ്മെല്ല് മാത്രമാണ് ആ ഒരു ചുറ്റുപാടിലുണ്ടാകുക. അന്നേരം നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ ഇത് അരോമ തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. അതായത് അരോമ തെറാപ്പി ചെയ്യുകയെന്ന് വെച്ചാൽ വിവിധതരം സ്മെല്ല് നമുക്ക് മണക്കുക, നമ്മൾ ഹോർമോണിൽ ചേഞ്ച് വരുന്നതിനാണ് അരോമ തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ, അതായത് എപ്പോഴും വസ്ത്രങ്ങൾ ലൂസ് വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ ജീൻസ് ധരിക്കുക അല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ള ഏതുതരം വസ്ത്രങ്ങളായാലും, അത് ശരീരത്തിനോട് ഒട്ടിക്കിടക്കുന്ന വസ്ത്രങ്ങളായാലും ഒരിക്കലും തന്നെ കംഫർട്ടബിൾ ആവില്ല നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്നുള്ളതാണ് സത്യം. അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അധികവും നല്ല വൈറ്റ് കളർ അല്ലെങ്കിൽ ലൈറ്റ് കളർ ഡ്രസ്സ് ഇടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. അതായത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കാലുകളും കൈകളും ബെൻഡ് ചെയ്യുന്നതായിരിക്കും. അതല്ല നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ടീഷർട്ട് ധരിക്കുക. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ടീഷർട്ട് ധരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഷർട്ട് ധരിക്കുന്നതിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, എന്നാൽ ഏറ്റവും കംഫർട്ടബിളായി നിൽക്കുക ടീഷർട്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നീടുള്ള കാര്യം, മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലേക്ക് വെക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമ്മളെ ശ്രദ്ധ പോകും. അതായത് ഈ മെസ്സേജ് വന്ന് ഇനി എന്താണെന്ന് നോക്കാം. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരിക്കും, പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ മൊബൈലിലേക്കായിരിക്കും വരിക. അത് നമുക്ക് ഒരിക്കലും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ മെഡിറ്റേഷനിൽ. അന്നേരം ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഈ പറഞ്ഞ 5 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു യോഗ മാറ്റ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ മാറ്റ് വാങ്ങുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ മാറ്റ് വാങ്ങി കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ബെഡ്ഷീറ്റ് 4ആയി ഫോൾഡ് ചെയ്തിട്ട് നിലത്ത് വിരിക്കുക. അതായത് ഞാനിപ്പോൾ എൻ്റെ ചുറ്റും കാണുന്നത് എൻ്റെ ബെഡ്ഷീറ്റാണ്. അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരു ബെഡ്ഷീറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ബെഡ്ഷീറ്റാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആ യോഗ മാറ്റും ആണെങ്കിലും വാങ്ങാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് തന്നെ ഉപയോഗിക്കാം. ഏതാണോ കംഫർട്ടബിളായി നിൽക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നീടായിട്ടുള്ളത്, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന എനർജി പെട്ടെന്ന് തന്നെ എർത്തിലേക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൈൽസോ അല്ലെങ്കിൽ മാർബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തറയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതെപ്പോഴും തണുപ്പോ ചൂടോ എല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സുഖാസനം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാനിപ്പം സുഖാസനത്തിനാണ് ഇരിക്കുന്നത്. ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് വെക്കാം, വേണമെങ്കിൽ കസേരയിൽ ഇരിക്കുക എന്നുള്ളതുണ്ട്. അതായത് കസേരയിൽ ഇരുന്നിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് നട്ടലിനോ അല്ലെങ്കിൽ കാലിനോ പ്രശ്നങ്ങളുള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും തന്നെ ഈ ഒരു സുഖാസനത്തിൽ പോലും ഇരിക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് സിമ്പിളായി തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നട്ടൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നട്ടൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അന്നേരം നമ്മൾ കഴിയുന്നതും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നമ്മളെ ബ്രീത്തിങ് എപ്പോഴും കുറേ സമയത്തേക്ക് നമുക്ക് കിട്ടുക. നമ്മളെപ്പോഴും ബെൻഡ് ചെയ്തിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ബ്രീത്തിങ് കൃത്യമായ രീതിയിൽ നമുക്ക് കിട്ടണമെന്നില്ല. അന്നേരം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു മുദ്ര അല്ലെങ്കിൽ ഓപ്പണായിട്ട് വെക്കുക എന്നുള്ളതാണ്. പല മതഗ്രന്ഥങ്ങളിലും ഈ ഒരു ചിന്മുദ്ര അല്ലെങ്കിൽ ധ്യാനമുദ്ര എന്ന് പറയുന്ന മുദ്രയാണ് പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ മുദ്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയേണ്ടി വരും. എന്നാൽ ഈ ഒരു ചിന്മുദ്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെ ബുദ്ധി എന്ന് പറയുന്ന കാര്യം നിങ്ങളെ കൂടുതൽ എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുദ്ര ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഇൻഡ്യൂഷൻ പവർ കൂടുന്നതിനും ഈ മുദ്ര ഉപയോഗിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും മതവിശ്വാസത്തിൽ പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഈ മുദ്ര പിടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഓപ്പണായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ഈ കൈ ഇങ്ങനെ വെക്കുന്നതും ഇങ്ങനെ വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രീത്ത് എപ്പോഴും മുകളിലോട്ട് കിട്ടുന്നതായിട്ട്, അതായത് നല്ല രീതിയിൽ ശ്വസിക്കാൻ പറ്റും. ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശ്വാസം എപ്പോഴും നെഞ്ചിന് താഴെ ആയിരിക്കും എന്നാണ് യോഗയിൽ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കാര്യം. ഞാൻ എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഓപ്പൺ ആയിട്ട് വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അന്നേരം ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വെറുതെ ഓപ്പൺ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ധ്യാനം പരിശീലിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങളെ മതവിശ്വാസം അനുസരിച്ച് നിങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിക്കുക.
നിങ്ങൾ ഏത് മതവിശ്വാസത്തിലുള്ള വ്യക്തിയാകട്ടെ, അന്നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നല്ല ധ്യാനമാകണേ ദൈവമേ എന്നുള്ള പ്രാർത്ഥിക്കാം. കൈകൂപ്പിയോ അല്ലെങ്കിൽ കൈ തുറന്നോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു മുദ്രയിലോ അല്ലെങ്കിൽ കൈ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കണ്ണുകൾ അടക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ശ്വാസത്തെ നിരീക്ഷിക്കുക. നിങ്ങൾ ഈ മെഡിറ്റേഷൻ ആദ്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 1 മുതൽ 10 വരെ എണ്ണുക എന്നുള്ളതാണ്. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണുക. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളെ കണ്ണുപൂട്ടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താണ് അനുഭവിക്കാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കുറച്ച് സമാധാനമാണ്. അതായത് കുറേ ടെൻഷൻ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഉള്ളിലേക്ക് 1 മുതൽ 10 വരെ എണ്ണീറ്റ് ശ്വാസം എടുക്കുക. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നിങ്ങൾ ഒരിക്കലും ശബ്ദത്തോടെ എണ്ണാൻ പാടില്ല. നിങ്ങളെ മനസ്സിലായിരിക്കണം എണ്ണേണ്ടത്. അന്നേരം നിങ്ങളെ ശ്രദ്ധ ഈ എണ്ണത്തിലായിരിക്കും. ഈ എണ്ണത്തിലും ശ്വാസത്തിലായിരിക്കും ഉണ്ടാകുക. ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ വിടുന്നതായിരിക്കും. പല ടെൻഷൻസും എല്ലാം തന്നെ കുറഞ്ഞിട്ട് ഈ ഒരു എണ്ണത്തിൽ മാത്രം നിങ്ങളെ ശ്രദ്ധ പതിപ്പിക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് വരെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ഇരുന്നോട്ടെ അല്ലെങ്കിൽ മൊബൈൽ പിടിച്ചോട്ടെ, പക്ഷേ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എണ്ണുക. ശ്വാസം പുറത്തേക്ക് ഇടുമ്പോഴും 1 മുതൽ 10 വരെ എണ്ണുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ ഒപ്പരം തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ധ്യാനം, അതായത് നിങ്ങളിപ്പം രാവിലെ എഴുന്നേറ്റിട്ടോ അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുൻപെയോ ധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ, ധ്യാനം ചെയ്തതിന് ശേഷം നിങ്ങൾ കൈകൾ കൂപ്പിയോ കൈകൾ തുറന്നോ നിങ്ങളെ മതവിശ്വാസം അനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നിങ്ങൾ കൈകൾ തിരുമ്പുക. എന്നിട്ട് നിങ്ങൾ കയ്യിൽ കൊണ്ട് മുഖത്ത് ഒന്ന് ജസ്റ്റ് കണ്ണുകളൊന്ന് ഇതാക്കിയിട്ട് നിങ്ങൾ ധ്യാനം അവസാനിപ്പിക്കുക. ഒരിക്കലും തന്നെ കണ്ണ് പെട്ടെന്ന് തുറക്കാൻ പാടില്ല. കണ്ണ് പതിയാണ് തുറക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് ഒരു എനർജറ്റിക് ആയിട്ട് നമ്മൾ എഴുന്നേൽക്കാൻ പാടില്ല. നമ്മളെപ്പോഴും പതിയെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആകർഷണ നിയമവും ധ്യാനവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അന്നേരം ധ്യാനം പരിശീലിക്കുന്ന ഒരു വ്യക്തിയും അല്ലെങ്കിൽ ധ്യാനം പരിശീലിക്കാത്ത ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ കുറഞ്ഞു വരുന്നതായിട്ട് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. അതായത് നിങ്ങളെ ഇമോഷൻസും നിങ്ങളെ ഊർജവും എല്ലാം തന്നെ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ ഒരു മെഡിറ്റേഷൻ ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിരവധി ചിന്തകൾ കടന്നു പോകും. ആ ചിന്തകളെല്ലാം തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ള കാര്യം. അന്നേരം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് കിട്ടുന്നതായിരിക്കും. അന്നേരം നിങ്ങളെ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ പരിശീലിക്കുന്ന സമയത്ത് എൻ്റെ പല കാര്യങ്ങളും എനിക്ക് നടന്നിട്ടുണ്ട്. പല റിലേഷൻഷിപ്പായാലും എല്ലാം തന്നെ ഞാൻ എൻ്റെ ബിസിനസ്സും എൻ്റെ കോൺഫിഡൻസ് ലെവലെല്ലാം തന്നെ ബൂസ്റ്റ് ചെയ്തത് മെഡിറ്റേഷന് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നിങ്ങൾക്ക് എങ്ങനെ, അതായത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തൊരു എക്സ്പീരിയൻസ് ആയാലും നിങ്ങൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലിടുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഡിപ്രസ്ഡാണ്. പലരും മാനസികമായിട്ട് അത്രയും പിരിമുറുക്കങ്ങൾ കൊണ്ട് അനുഭവിച്ചിരിക്കുകയാണ്. പല കുട്ടികളായാലും തന്നെ പല സ്വപ്നങ്ങളും തളർന്നിരിക്കുകയാണ്. അതായത് എൻ്റേതായാലും നിങ്ങളുടെയായാലും തന്നെ പല പ്ലാനിങ്ങും എല്ലാം തന്നെ ടോട്ടൽ തളർന്നു.
അതായത് നമ്മൾ മാനസികമായിട്ടും തളർന്നു. എന്നാൽ ഇതെല്ലാം തന്നെ മറികടക്കണമെങ്കിൽ നിങ്ങൾ ധ്യാനം പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും തകരുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ സാധിക്കുക. നിങ്ങളെ എല്ലാ ബന്ധങ്ങളും നിങ്ങൾ തകർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഇല്ല. എന്തിനാണ് എനിക്ക് ശക്തിയെ കണ്ടെത്താം എന്നുള്ളത്. അതായത് നിങ്ങളെ ശരീരത്തിനകത്താണ് നിങ്ങളെ ദൈവം ഇരിക്കുന്നത്. അതായത് ദൈവരാജ്യം നിൻ്റെ ഉള്ളിൽ തന്നെ, ദൈവസ്നേഹമാണ് എന്നെല്ലാം പല മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അന്നേരം ആ ഒരു ദൈവത്തെ നമ്മളെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചൈതന്യത്തെ കണ്ടെത്താൻ ധ്യാനം എന്നുള്ളത് അതിനേക്കാളും വലിയതായി ഒന്നും തന്നെ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വേറെ കുറച്ച് പാട്ടുകളും ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ നല്ല സമ്പന്നമായ, സന്തോഷപൂർണ്ണമായ, അതോടൊപ്പം തന്നെ നല്ല അബണ്ടൻസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ നമുക്ക് ഒരുമിച്ച് വാർത്തെടുക്കാം. താങ്ക് യു സോ മച്ച്.